നമസ്കാരം. മലയോര എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. ജനഹൃദയങ്ങളുടെ മനസ്സ് കവർന്ന് കരിക്കോട്ടക്കരിയുടെ 10ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന മേഴ്സി ടീച്ചറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് മേഴ്സി ടീച്ചറായി ഒരു അല്പനേരം പങ്കിടാം. ടീച്ചറെ, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഓക്കെ, നമുക്ക് പരിചയപ്പെടാം. ഒന്ന് പേരൊക്കെ പറഞ്ഞു. എൻ്റെ പേര് മേഴ്സി മരിയ. ഞാനൊരു റിട്ടയർഡ് അധ്യാപികയാണ്. വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് റിട്ടയർ ആയത് 2021. ഞാൻ അവിടെ 2 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ HM ആയിട്ട്. അതിനു മുൻപ് ഒരു 28 വർഷത്തോളം നമ്മുടെ കരിക്കോട്ടക്കരി ഹൈസ്കൂളിലെ അധ്യാപികയായിരുന്നു. തുടക്കം കരിക്കോട്ടക്കരി UP സ്കൂളിലുണ്ടായിരുന്നു. ഞാൻ പെർമനൻ്റ് ആയത് രണ്ടാംകടവിലാണ്. രണ്ടാംകടവ് കളിതട്ടുംപറ മലയുടെ മുകളിലുള്ള സ്കൂളിൽ 1992. അവിടെ നിന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫറായി വന്നു. പല പല സ്കൂളുകൾ കയറി ഇറങ്ങി ലാസ്റ്റ് 95 ആയപ്പോഴത്തേക്കും നമ്മുടെ കരിക്കോട്ടക്കരി ഹൈസ്കൂളിലെ ടീച്ചറായിട്ട് സ്ഥിരം ടീച്ചറായിട്ട് മാറി. രണ്ടാംകടവില് എൻ്റെ പെർമനന്റ് സർവീസ് തുടങ്ങുന്നത് രണ്ടാംകടവിലാണ് 1992. ഞങ്ങളുടെ ബാച്ച്, നിങ്ങളുടെ ബാച്ച്, ഷിൽജോയുടെ ബാച്ച്. രാഷ്ട്രീയത്തിലേക്ക് ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. പക്ഷെ ഞങ്ങൾ കുടുംബപരമായിട്ട് എല്ലാവരും കോൺഗ്രസ്സുകാരാണ് പണ്ട് മുതലേ. കല്യാണം കഴിച്ചു വന്ന വീട്ടില് അറയ്ക്കൽ കുടുംബത്തിലും എല്ലാവരും കോൺഗ്രസ്സുകാരാണ്. ഒരു കോൺഗ്രസ്സുകാരിയായിട്ട് ജീവിക്കുന്നു. സജീവ പ്രവർത്തകമൊന്നും ആയിരുന്നില്ല. പിന്നെ ഒരു അധ്യാപികയായിട്ടിരിക്കുമ്പം പള്ളിക്കൂടത്തിൽ നമുക്ക് ഒരു രാഷ്ട്രീയമില്ല. എല്ലാ കൊച്ചുങ്ങളും നമ്മുടെ മുമ്പിൽ ഒരേ കണ്ണോടുകൂടി കാണുക. ഇവിടെ രാഷ്ട്രീയ പാർട്ടി നോക്കിയിട്ടോ അല്ലെ മാതാപിതാക്കളുടെ രാഷ്ട്രീയം നോക്കിയിട്ടോ ഒന്നുമല്ല നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഞാനിപ്പം UDF വേണ്ടിയിട്ട് കൂമന്തോട്ടിൽ 9ാം വാർഡ്, ഞങ്ങളുടെ വാർഡ്, UDF സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ്. പെൻഷൻ ആയതിനു ശേഷം ഞാനിപ്പോൾ ഞങ്ങളുടെ സംഘടനയിൽ സജീവ പ്രവർത്തകയാണ്. കയ്യംകുന്നിൽ KSSPAയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ പെൻഷനേഴ്സ് എല്ലാം എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയാണ് ഞാനിപ്പോൾ ഈ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്നെ അറിയാം, പരിചയമുണ്ട്. മക്കളെ പഠിപ്പിച്ചു, മക്കളെ പഠിപ്പിച്ച ആ രീതിയിൽ. അപ്പോൾ എന്നോട് ഒത്തിരി പേര് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതൊരു നല്ല പരിപാടിയാണെന്ന് എനിക്കും തോന്നി. ജനസേവനം എനിക്കിഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു സഹായിക്കുക അല്ലെങ്കിൽ ഒരു വിഷമിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് നമ്മളായിട്ട് എന്തെങ്കിലും ഇടപെട്ട് ചെയ്യുക എന്നുള്ളത് പണ്ട് മുതലേ എൻ്റെ ഒരു ശീലമാണ്. അപ്പോൾ ഞാനത് ഈ കർമ്മ മണ്ഡലത്തിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഇപ്പം ഞാൻ ഇതിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇലക്ഷൻ വർക്കുകളൊക്കെ എവിടം വരെ എത്തി? ഞങ്ങൾ ഏകദേശം ഒരു റൗണ്ട് കയറി ഇറങ്ങി. പക്ഷെ അപ്പം പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ ചില വീടുകളിൽ അവിടെ ആരും കാണുകയില്ല. അപ്പം അങ്ങനെയുള്ള വീട്ടിൽ വീണ്ടും പോകണം. പിന്നെ കുറച്ച് പേരെയൊക്കെ നമ്മൾ ഫോൺ വിളിച്ചൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഒന്നും കൂടി എല്ലാവരുമായിട്ട് വീടുകളിൽ കയറി ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ കൂമന്തോട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപരിചിതമായ ഒരു വീടും എനിക്കില്ല. ഞാൻ സ്കൂളിലായിരിക്കുമ്പോൾ തന്നെ കരിക്കോട്ടക്കരിയിൽ പണ്ട് കാലത്തൊക്കെ തന്നെ ഉരുപ്പുംകുറ്റി മല മുഴുവൻ ഞാൻ കയറിയിട്ടുള്ളതാണ്. അതുപോലെ എടപ്പുഴ, പിന്നെ പാറയ്ക്കപ്പാറ. ഇപ്പം കൂടുതലായിട്ട് നമ്മൾ ഇപ്പം അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പം എനിക്ക് അന്നത്തെ കഴിഞ്ഞും കൂടുതൽ ഒരാവശ്യം വേണമെന്നൊക്കെ ഇപ്പോൾ വീടുകളിൽ ചെല്ലുമ്പോൾ സാഹചര്യം കാണുമ്പോൾ തോന്നുകയാണ്. പിന്നെ കുഴപ്പമില്ല, ചെല്ലുമ്പോൾ പ്രതികരണമൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ്. മേഴ്സി ടീച്ചറെ എന്ന് വിളിച്ച് ആ ഒരു സ്നേഹം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എല്ലാ കുടുംബങ്ങളിൽ നിന്നും നല്ല സഹകരണമാണ് ലഭിക്കുന്നത്. ഇപ്പം വീടുകൾ കയറി കഴിഞ്ഞപ്പോൾ ഇച്ചിരിയും കൂടെ നേരത്തെ ഇതിലേക്ക് ഇറങ്ങാം എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും തോന്നുന്നില്ല. കാരണം ഞാൻ സ്കൂളിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപികയായിരുന്നല്ലോ. അപ്പം എനിക്ക് എൻ്റെ പിള്ളേർ അത് വിട്ടിട്ട് എനിക്കൊരു ജീവിതം ഇല്ലായിരുന്നു. അതുപോലെ തന്നെ കൊച്ചുങ്ങൾക്കാണേലും എന്നെ അതുപോലെ ഇഷ്ടവുമായിരുന്നു. ഇപ്പോഴും തന്നെ എൻ്റെ ഫോണിൽ ഒരു 90% കോണ്ടാക്റ്റും എൻ്റെ സ്റ്റുഡൻസിൻ്റെയാണ്. അത് പിന്നെ എന്താ പറയുക, നന്നായിട്ട് പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ പഠിക്കുക അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് കൊച്ചുങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ്. എന്നോട് അനിഷ്ടം തോന്നുന്ന കുട്ടികളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിലും 1-2 പേരൊക്കെ കാണുകയുള്ളൂ, വല്ല അടിയൊക്കെ കൊടുത്തതിൻ്റെ പേരിൽ. നല്ല സംതൃപ്തമായിട്ടാണ് ഇറങ്ങിയത്. ഇപ്പോഴും ഞാൻ ആ രീതി തുടരാനാണ് ആഗ്രഹിക്കുന്നത്. വീട്ടുകാരുടെ എല്ലാം സപ്പോർട്ട് 100% ഉണ്ട്.
വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് ബാങ്കിൽ നിന്ന് റിട്ടയർ ആയ ആളാണ്, ഗ്രാമീണ ബാങ്കിൽ നിന്ന്. സാറിൻ്റെയും നല്ല സപ്പോർട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇറങ്ങിയത്. പിന്നെ മോള് അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, MSW പഠിക്കുന്നു, പഠിത്തം കഴിഞ്ഞില്ല. അവരുടെയൊക്കെ സപ്പോർട്ട് കൂടിയാണ് ഞാനിപ്പോൾ ഈ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ നിന്നും മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ടീച്ചറിന്റെ പ്ലാന് എന്താണെന്നല്ലേ? ഞാനങ്ങനെ ഒത്തിരി വാഗ്ദാനങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് 100% ഉറപ്പിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് ലഭിക്കുന്ന ഫണ്ടിന്റെ അടിസ്ഥാനത്തിൽ പല വിഭാഗങ്ങളൊക്കെ കാണും. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അന്നേരം നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ ഈ കയറി ഇറങ്ങിയതിൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത് കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ നാടിന് വേണ്ടി ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ മത്സരിക്കുന്ന കൂമന്തോട് വാർഡിന് വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങളിൽ റോഡിൻ്റെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. പോരാതെ സ്വന്തം വീട്ടിലേക്ക് കയറിപ്പോകാൻ വഴിയില്ലാത്ത ഭവനങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ കുറേ രോഗികളെ കാണാനിടയായി. പിന്നെ വിധവകളായിട്ടുള്ള അമ്മമാർ കഷ്ടപ്പെടുന്നത് കാണാനിടയായി. അപ്പം എനിക്ക് പണ്ടേ ഉള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള ഒരു മെൻറ്റാലിറ്റി, അത് ഞാനിപ്പോൾ ഇങ്ങനെ പൊക്കി പറയുന്നതൊന്നുമല്ല. അത് എനിക്ക് ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു കൊച്ചിന് ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ അവനെ ഞാൻ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഞാൻ സഹായിച്ചിരിക്കും. അപ്പോൾ എൻ്റെ ആ സ്വഭാവത്തിൽ ഞാൻ ഇനി ഒരിക്കലും മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എന്തെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുമോ അത് ആ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഈ ജനങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട്, ഞാനിപ്പോൾ ഒരു മെമ്പർ ആയാൽ ഒരു മെമ്പറിൻ്റെ ആ ഒരു ഇതിലല്ല, അവരിൽ ഒരാളായിട്ട് പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ 5 വർഷത്തെ ഈ പ്രവർത്തനത്തിന് ശേഷം നമ്മളിപ്പോൾ വീണ്ടും ഒന്ന് കാണുമ്പോൾ ടീച്ചർ ഞങ്ങൾക്ക് ഇത് ചെയ്തു തന്നു എന്ന് പറയാൻ അവർക്ക് ഇടയാകണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ചെയ്തു കൊടുക്കണമെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, 100% ഞാൻ ചെയ്യുമെന്ന് പറയുന്നില്ല. എനിക്ക് എന്തൊക്കെ സാധിക്കുമോ അതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. പിന്നെ ഒത്തിരി കുടുംബങ്ങളിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നത്, വീടിന് മേൽക്കൂര പോലും ഇല്ലാതെ ഓടൊക്കെ കാറ്റത്ത് പറന്നു പോയിട്ട് അവിടെ ഒരു ഷീറ്റ് പോലും വിരിക്കാൻ പറ്റാത്ത ഭവനങ്ങളൊക്കെ ഇപ്പം ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അതൊക്കെ എനിക്ക് ശരിയാക്കി എടുക്കണമെന്ന് എൻ്റെ ഉള്ളിൽ അതിയായ ആഗ്രഹമുണ്ട്. പിന്നെ എന്നെ അതിന് സഹായിക്കുന്ന ഒരു ശക്തി കാണും ഉറപ്പായിട്ടും, അങ്ങനെ ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ ഇപ്പം ഈ പറഞ്ഞ ഭവനങ്ങളെല്ലാം നമ്മുടെ മക്കളുടെ ഭവനങ്ങളാണ്. ഒന്നെങ്കിൽ അവരുടെ കാരണവന്മാരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഈ അവസാന കാലഘട്ടത്തിൽ ഞാൻ പഠിപ്പിച്ച കുട്ടികളെയാണ് ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ എനിക്ക് ഒരു വലിയ ശിഷ്യ സമ്പത്തുണ്ട്. അപ്പോൾ അവരുടെ സപ്പോർട്ടോടുകൂടി മാത്രം ഇപ്പോഴാണെങ്കിൽ തന്നെ ടീച്ചർ ധൈര്യമായിരിക്കുക, ടീച്ചർ സൂപ്പറായിട്ട് പോകുമെന്ന് എന്നോട് കുറേ കൊച്ചുങ്ങൾ, അത് കൊച്ചുങ്ങൾ എന്ന് പറഞ്ഞാൽ ഷിൽജയുടെ ഒക്കെ പ്രായമുള്ള മക്കളാണ് കേട്ടോ, മുതിർന്നവർ. അപ്പോൾ അവർ പോലും എനിക്കിപ്പോൾ നല്ല ഉപദേശം തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാനൊരു മെമ്പറായി കഴിഞ്ഞാൽ എനിക്ക് കുറേയൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് കരുതുകയാണ്. ഇപ്പം ടീച്ചർ പറയുന്നതിൽ വെച്ച് നോക്കുമ്പം വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ള അങ്ങനെ എനിക്ക് പ്രതീക്ഷയുണ്ട് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന്. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോവുക. ചെറിയൊരു സങ്കടമുള്ളത് എൻ്റെ കുറേ കൊച്ചുങ്ങൾ പുറത്താണ് ഉള്ളത്. അപ്പം അങ്ങനെ അവരൊന്നും ഇപ്പോൾ ഒരു വോട്ടിന് വേണ്ടിയിട്ടൊന്നും ഒത്തിരി പൈസയൊന്നും മുടക്കി വരികയില്ല. ഒത്തിരി കുഞ്ഞുങ്ങൾ പുറത്തുണ്ട്, പുറം രാജ്യങ്ങളിലുണ്ട്. അപ്പം അങ്ങനെ കുറേ വോട്ട് എൻ്റെ നഷ്ടമായിട്ടുണ്ട്. അതെനിക്കൊരു സങ്കടമാണ്. പിന്നെ അവർ അവർ മാനസികമായിട്ട് ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പം പറയുന്നത് കേട്ടിട്ടുണ്ട്. ടീച്ചറാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ ജയിക്കണമല്ലോ, അപ്പോൾ ആ ഒരു ചിന്തയിൽ മാത്രമേ ഞാൻ നിൽക്കുന്നുള്ളൂ. കൂടുതൽ അതിനെക്കുറിച്ചൊന്നും ഇപ്പം എൻ്റെ തലയിലൊന്നും ചിന്തയില്ല. ജയിച്ചു കഴിയുമ്പോൾ പ്രത്യേകമായിട്ട് ചെയ്യാൻ മനസ്സിലുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അത് എൻ്റെ ഉള്ളിലുള്ള ഒരാഗ്രഹം എന്ന് പറയുന്നത്, നമ്മുടെ കൊച്ചുങ്ങൾ അവർ ഒരു ഉന്നത ലക്ഷ്യം വെക്കുന്നില്ല. ഇപ്പം പഠനം കൊണ്ട് മാത്രമല്ല, ഇൻ്റലക്ച്വലി അല്ലാതെ ഒത്തിരി കഴിവുകളുള്ള മക്കൾ ഉണ്ട്. പക്ഷെ അവർക്ക് ഈ തൊഴിൽ സാധ്യതകൾ കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ അനേകം മേഖലകളുണ്ട്.
അപ്പോൾ ഒരു ലൈഫ് ഗൈഡൻസ് കോഴ്സ് പോലുള്ള സംഭവങ്ങൾ നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ കൊണ്ടുവന്ന് പ്രത്യേക ട്രെയിനിങ് കൊടുത്താൽ ഈ വിദേശത്തോട്ടൊക്കെയുള്ള ഒഴുക്ക് ഇപ്പം മക്കള് വിദേശത്ത് പോകുന്ന ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ സ്വന്തം നാട്ടിൽ ലഭിക്കാതെ വരുമ്പം അവർ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇപ്പം മുക്കാലും കൊച്ചുങ്ങൾ നേഴ്സിങ്ങിനൊക്കെയാണ് പോകുന്നത്. അപ്പം സ്വന്തം നാട്ടിൽ ജോലി ചെയ്ത് അവരുടെ മുഴുവൻ കഴിവുകളും ഈ നാടിന് വേണ്ടിയിട്ടും അവരുടെ ദേശത്തിന് വേണ്ടിയിട്ടും വിനിയോഗിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ അത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ സർക്കാരിൻ്റെ സഹായത്തോടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒക്കെ സഹായത്തോടെ പഞ്ചായത്ത് തലത്തിൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻ കൊടുത്ത് ഇവരെ മുമ്പോട്ട് കൊണ്ടുവന്ന് ഒരു ജോലിക്ക് അർഹനാക്കുക എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം എനിക്കുണ്ട്. അതിന് പരമാവധി നമുക്ക് അത് പിള്ളേർക്ക് അതിന് വേണ്ട അവയർനെസ് ആണ് ആദ്യം കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കണമെന്നുള്ളത് ഒരു കാര്യം. പിന്നെ കുറച്ച് കഷ്ടപ്പെടണം. ഇപ്പം നമ്മുടെ നാട്ടിൽ പിള്ളേർ PSC കോച്ചിങ്ങിനൊക്കെ പോകുന്നത് വളരെ കുറവ് കൊച്ചുങ്ങളാണ്. അപ്പം കഴിവുകളുള്ള പിള്ളേരുണ്ട്, പക്ഷെ ആ കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സില്ല. അപ്പം ഇങ്ങനെ പല പല ജോലി സാധ്യതകൾ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞ് അവർക്ക് ലൈഫ് ഗൈഡൻസ് കോഴ്സ് പോലുള്ള കാര്യങ്ങൾ ചെറിയ തലം തൊട്ട് കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല മിടുക്കരായിട്ട് ജോലി ചെയ്യും. നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് ഒക്കെ അവർ അസറ്റായിട്ട് മാറും. ഇപ്പം നമ്മുടെ ഇപ്പം നോക്കിയാൽ അറിയാം, ഒരു ഒത്തിരി വീടുകളിൽ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ, മക്കളെല്ലാം വിദേശത്താണ്, അവർ ജോലി തേടി പോയതാണ്. ആ ഒരു അവസ്ഥ ഇനി ഒന്ന് കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് തലത്തിൽ നിന്നുകൊണ്ട് ചെയ്യണമെന്നും കൂടെ ആഗ്രഹിക്കുന്നു. ടീച്ചറിന്റെ ചെടികള് ടീച്ചർ അതേപോലെയാണ് വളർത്തുന്നത്. അതൊരു വൈറലായ ഒരു ഇതാണല്ലോ ചെടികള്. അതിനെപ്പറ്റി ഒന്ന്. എനിക്ക് പിന്നെ ചെടികളൊരു വീക്ക്നെസ്സാണ്. അത് ശരിക്കും പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഈ മുറ്റത്ത് ചെടികളുണ്ട്. പക്ഷെ ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ കോവിഡ് കാലത്താണ്. ആ സമയത്ത് നമുക്ക് കുറേ സമയം കിട്ടിയായിരുന്നു. അപ്പോൾ സ്കൂളിലാണെങ്കിലും പിള്ളേർ സ്കൂളിൽ വരുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഭവനങ്ങളൊക്കെ കയറി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കുറച്ച് സമയം കിട്ടുമായിരുന്നു. ആ സമയങ്ങളിൽ കുറച്ച് കോൺസെൻട്രേഷനോടുകൂടി ചെടി കുറച്ചും കൂടെ പരിപാലിക്കാമെന്ന് വെച്ചു. അങ്ങനെ പരിപാലിച്ച് ഇപ്പോൾ ഒരു സാമാന്യം വലിയൊരു ഗാർഡൻ തന്നെയുണ്ട്. ഈ ഗാർഡൻ ഇപ്പം പിന്നെ ഒരു 2-3 ചാനലൊക്കെ അവർ വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. അതൊക്കെ എൻ്റെ കൊച്ചുങ്ങൾ തന്നെ വൈറലാക്കിയിട്ടുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 2-3 ആഴ്ചയായിട്ട് ഞാൻ ഇതിനകത്തോട്ട് നോക്കുന്നേ ഇല്ല, എനിക്ക് സമയം കിട്ടുന്നില്ല. കുഴപ്പമില്ല, ഇതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ചെടികൾക്ക് വേണ്ടി ഒത്തിരി സമയം മാറ്റി വെക്കുന്നു? അങ്ങനെ ഒത്തിരി സമയമൊന്നും മാറ്റി വെക്കുന്നില്ല. വൈകുന്നേരം കുറച്ച് സമയം, പിന്നെ ഒത്തിരി സമയമൊന്നും ഇല്ല. ഇഷ്ടമായതുകൊണ്ട് എപ്പോഴെങ്കിലും ഒക്കെ ഓടി വന്നിട്ട് സംരക്ഷിക്കും, പോകും, നോക്കും, അത്രയൊക്കെ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ വോട്ടഭ്യർത്ഥനയുമായിട്ടാണ്. ഞാൻ ഒരു അധ്യാപികയായിരുന്ന കാലഘട്ടം മുഴുവനും ഒരു മുഖനോട്ടമില്ലാതെ എല്ലാ മക്കളെയും, ക്ലാസ്സിലിരിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും ഒരേ കണ്ണോടുകൂടി കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ആ ഒരു ശൈലി തന്നെ ഞാനിപ്പോൾ ഈ എൻ്റെ പൊതുപ്രവർത്തനത്തിലും തുടരാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരെയും ഒരേ കണ്ണോടുകൂടി കണ്ടുകൊണ്ട് നിങ്ങളിൽ ഒരാളായിട്ട് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും ശക്തമായിട്ട് നിങ്ങളിൽ ഇറങ്ങി വരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൂടി മാത്രമേ എനിക്ക് നല്ല വിജയം ലഭിക്കുകയുള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൻ ഭൂരിപക്ഷത്തോടു കൂടി നിങ്ങൾ എന്നെ വിജയിപ്പിക്കണം. കൂടുതൽ വാഗ്ദാനങ്ങൾ ഞാൻ നൽകിയില്ല എന്ന് പറഞ്ഞതിന് കാരണം നമുക്കറിയത്തില്ല, നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തെ അവസ്ഥകളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എങ്കിൽ കൂടി അനുകൂലമായ സാഹചര്യം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പം ഞാൻ വോട്ട് ചോദിക്കുന്നത് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്. അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് കൂമന്തോടിലാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുക. കൈ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തോടെ എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി.